നമസ്കാരം. ഒമാൻ ഉൾക്കടലിലെ നാവിക ദുരന്തത്തിൽ കാണാതായ 3 ഇന്ത്യൻ നാവികരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ പലാവുവിന്റെ ഔദ്യോഗിക പതാകയും പേറി അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MT സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിന് നേരെ ബുധനാഴ്ചയായിരുന്നു ലോകത്തെ ഞെട്ടിച്ച് അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. കടലിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന തങ്ങളുടെ സായുധ സേന നൽകിയ കർശനമായ യാത്രാ നിർദ്ദേശങ്ങൾ കപ്പൽ അധികൃതർ തുടർച്ചയായി ലംഘിച്ചതാണ് കടുത്ത സൈനിക നടപടിക്ക് കാരണമായി അമേരിക്കൻ സൈന്യത്തിന്റെ മധ്യമേഖലാ ആസ്ഥാനം ന്യായീകരിക്കുന്നത്. കപ്പലിലാകെ 24 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ തത്സമയം രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ ദാരുണമായ സംഭവത്തെ അതീവ നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മാതൃരാജ്യത്തിന് പുറത്തുവെച്ച് മരണപ്പെട്ട 3 ഇന്ത്യൻ നാവികരുടെയും ഭൗതിക ശരീരങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെ തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ആരംഭിച്ചതായി ഔദ്യോഗിക സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. കപ്പലാക്രമണത്തിൽ ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒട്ടും സമയം കളയാതെ ന്യൂഡൽഹിയിലെ അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിലെ ഡെപ്യൂട്ടി ചീഫിനെ നേരിട്ട് വിളിച്ചു വരുത്തി തങ്ങളുടെ കടുത്ത പ്രതിഷേധവും ആശങ്കയും രേഖപ്പെടുത്തിയിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കൻ സായുധസേന പശ്ചിമേഷ്യയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ഉപരോധം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇറാനിൽ നിന്നും വൻതോതിൽ അസംസ്കൃത എണ്ണ കടത്താൻ കപ്പൽ ശ്രമിച്ചുവെന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ആരോപണം. കടലിൽ വെച്ച് കപ്പൽ അടിയന്തരമായി നിർത്താൻ തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ അത് അനുസരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് തങ്ങളുടെ സായുധ വിമാനത്തിൽ നിന്നും കൃത്യതയാർന്ന മാരക മിസൈലുകൾ എണ്ണക്കപ്പലിന്റെ പ്രധാന യന്ത്രമുറിയിലേക്ക് നേരിട്ട് തൊടുത്തുവിട്ടതെന്ന് അമേരിക്കൻ മധ്യമേഖല സൈനിക കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇന്ത്യൻ നാവികർ അടങ്ങിയ ഒരു സാധാരണ വാണിജ്യ കപ്പലിന് നേരെ ഈ ആഴ്ചയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന രണ്ടാമത്തെ കടുത്ത ആക്രമണമാണിതെന്ന് വിഷയത്തിന്റെ ഗൗരവവും അന്താരാഷ്ട്ര തലത്തിലുള്ള ആശങ്കയും ഇരട്ടിയാക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ പലാവു പതാകയേന്തിയ ദി മാരിവെക്സ് എന്ന എണ്ണക്കപ്പലിന് നേരെ ഒമാൻ ഉൾക്കടലിൽ വെച്ച് അമേരിക്കൻ സേന ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട ആ കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരെയും അയൽരാജ്യമായ ഒമാന്റെ സൈന്യമാണ് അന്ന് കടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭരണകൂടം പൂർണ്ണമായും അടച്ചതിനെ തുടർന്നാണ് അമേരിക്ക ഇറാന്റെ പ്രധാന തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം സൈനികമായി തടഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ 13 ഈ വലിയ കടലുപരോധം ആരംഭിച്ചത് മുതൽ ഇതുവരെ 8ഓളം അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ പ്രവർത്തനം തങ്ങൾ പൂർണ്ണമായും തകർത്തതായും 134ഓളം കപ്പലുകളെ മറ്റു സുരക്ഷിത പാതകളിലേക്ക് തിരിച്ചുവിട്ടതായും അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലുടനീളം സാധാരണക്കാരായ ജനങ്ങൾ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെയും അടിസ്ഥാന സിവിലിയൻ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആവർത്തിച്ചുള്ള സൈനിക ആക്രമണങ്ങൾ ഇരുവിഭാഗവും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയവുമുണ്ട്. അതിനിടയിൽ മരണപ്പെട്ട നാവികരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ കുടുംബങ്ങളെ ഔദ്യോഗികമായി വിവരമറിയിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള നടപടികൾ തങ്ങൾ ആരംഭിച്ചതായി ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി മനോജ് യാദവ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ആക്രമണത്തിനിരയായ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്ന കൃത്യമായ വിവരങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നില്ല എന്ന വാദം താൻ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു.